ചന്ദ്രാന്വേഷണ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിക്കൊണ്ട് ആർട്ടിമിസ് 2 ദൗത്യ സംഘം സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തി. അമേരിക്കയുടെ ചന്ദ്രദൗത്യ പദ്ധതിയിൽ പ്രധാന ഘട്ടമായ ഈ യാത്ര ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ചന്ദ്രനെ ചുറ്റിയെത്തിയ ഒറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 5:37 സാന്റിയാഗോ തീരത്തിന് സമീപമുള്ള ശാന്തസമുദ്രത്തിൽ പേടകം വിജയകരമായി ഇറങ്ങി. ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം 54 വർഷത്തിനു ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രന്റെ മറുവശം കണ്ടതാണ്. ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗമാണിത്. ചന്ദ്രനെ ചുറ്റിപ്പോകുമ്പോൾ പേടകം ആ ഭാഗത്തിലേക്ക് കടന്നതോടെ ഭൂമിയുമായുള്ള ബന്ധം ഏകദേശം 40 മിനിറ്റ് നഷ്ടമായി. ഇത് സാധാരണ സംഭവമാണ്, കാരണം ആ സമയത്ത് സിഗ്നൽ എത്തിയില്ല. എങ്കിലും ഈ സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിച്ചതിനെ തുടർന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഈ യാത്രയിൽ പുതിയ ഒരു റെക്കോർഡും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യർ ഇതുവരെ സഞ്ചരിച്ച ഏറ്റവും ദൂരം ഇപ്പോൾ ഈ സംഘത്തിന്റെ പേരിലാണ്. മുമ്പ് അപ്പോളോ 13 ദൗത്യ സംഘം 1970 സഞ്ചരിച്ച ദൂരം റെക്കോർഡായിരുന്നു. ആ റെക്കോർഡ് ഇന്നലെ രാത്രി ഒറിയോൺ പേടകം മറികടന്നു. പിന്നീട് പുലർച്ചെ 4:37 പേടകം ഭൂമിയിൽ നിന്ന് 6,6771 കിലോമീറ്റർ അകലെയെത്തി. ഇതോടെ പുതിയ റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടു. 1972 നടന്ന അപ്പോളോ 17 ദൗത്യത്തിനു ശേഷം ആദ്യമായാണ് മനുഷ്യരെ ചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് അപ്പോളോ 17 സംഘം ചന്ദ്രനിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ ആർട്ടിമിസ് 2 ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. പകരം ചന്ദ്രനെ ചുറ്റി തിരികെ വരികയാണ് ലക്ഷ്യം. ഏകദേശം 10 ദിവസമാണ് ഈ യാത്ര നീണ്ടത്. ഈ വിജയത്തിന് പിന്നിൽ 2022 നടന്ന ആർട്ടിമിസ് 1 ദൗത്യത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ആ ദൗത്യത്തിന് ആളില്ലായിരുന്നു. ഒറിയോൺ പേടകം യാത്രക്കാരില്ലാതെ ചന്ദ്രനെ ചുറ്റി സുരക്ഷിതമായി തിരികെ എത്തിയത് ഈ ദൗത്യത്തിന് വഴിയൊരുക്കി. അതിലൂടെ എല്ലാ പ്രധാന സംവിധാനങ്ങളും പരീക്ഷിക്കാനായി. അമേരിക്കയുടെ ലക്ഷ്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുകയാണ്. അതിനായി അടുത്ത ദൗത്യത്തിൽ കൂടി തയ്യാറെടുക്കുന്നുണ്ട്. പുതിയ പദ്ധതി പ്രകാരം ആർട്ടിമിസ് 4 ദൗത്യത്തിലാകും മനുഷ്യർ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുക. മറ്റു രാജ്യങ്ങളും ചന്ദ്രനിലേക്ക് ശ്രമം തുടരുന്നതിനാൽ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരികെ എത്തിയ 4 പേരെ അഭിനന്ദിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദൗത്യാംഗങ്ങളെ വഹിക്കുന്ന ഒറിയോൺ പേടകം ശാന്തസമുദ്രത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ഇടുകയായിരുന്നു. ആർട്ടിമിസ് 2 കഴിവുറ്റതും മികച്ചതുമായ സംഘത്തിന് അഭിനന്ദനങ്ങൾ. യാത്ര ഗംഭീരമായിരുന്നു. മികച്ച ലാൻഡിംഗ് ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ദൗത്യത്തിന്റെ വിജയത്തിൽ ഏറെ അഭിമാനിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഉടൻ തന്നെ വൈറ്റ് ഹൌസിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് തുടരും. അടുത്ത ലക്ഷ്യം ചൊവ്വയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കുറിച്ചത്. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ക്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കാനഡയുടെ ജെർമി ഹാൻസൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ചരിത്രയാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. ശാന്തസമുദ്രത്തിലിറങ്ങിയ 4 സംഘം US നാവികസേനയുടെ കപ്പലിലേക്ക് മാറ്റി. ഇനി ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയരാക്കും. ആർട്ടിമിസ് 2 ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങിയില്ലെങ്കിലും അപ്പോളോ 13 ദൗത്യത്തിന്റെ ദൂരപരിധി മറികടന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന ലോക റെക്കോർഡും ഇവർ സ്വന്തമാക്കി. ഇതുവരെ മനുഷ്യൻ നേരിട്ട് കാണാത്ത ചന്ദ്രന്റെ വിദൂര വശങ്ങളും ബഹിരാകാശത്തു നിന്നുള്ള പൂർണ്ണ സൂര്യഗ്രഹണവും കാണാൻ ഈ സംഘത്തിന് കഴിഞ്ഞു. യാത്രക്കിടെ ചന്ദ്രനിലെ 2 ഗ്രഹങ്ങൾക്ക് തങ്ങളുടെ പേടകത്തിന്റെയും വൈസ്മാന്റെ അന്തരിച്ച ഭാര്യ കരോളിന്റെയും പേര് നൽകാൻ ഇവർ അനുമതി തേടിയത് ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നു. ഏപ്രിൽ 1 ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ച ഈ ദൗത്യം ചന്ദ്രനിൽ സ്ഥിരമായ താവളം ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടമാണ്. വരാനിരിക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യം ഭ്രമണപഥത്തിൽ വച്ച് പരീക്ഷണങ്ങൾ നടത്തുമെന്നും 2028 മനുഷ്യനെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആർട്ടിമിസ് 2 ദൗത്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ഭാവിയിൽ വലിയ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മനുഷ്യർക്ക് വീണ്ടും ചന്ദ്രനിലേക്കുള്ള യാത്ര അടുത്തതായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.